മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ UDFന്റെയും LDFന്റെയും നേതാക്കന്മാർ ഭയത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കാണേണ്ടത്. അതേസമയം മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ പിണറായി സർക്കാർ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരെ വഞ്ചിക്കുന്നത് എന്നതുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഭരണ സംവിധാനം വഴി എടുത്ത കണക്ക് ആണെങ്കിൽ പറയാം, 2000 പേർക്ക് ഇപ്പോൾ ഭൂമി ലഭ്യമായി, ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയായി, വീട് കിട്ടാൻ അർഹതയായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറായവരുണ്ട്. ഇനി രാഷ്ട്രീയമായി എടുത്തൊരു കണക്ക് പറയാം. 20,000 പേർക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ വീട് കിട്ടേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിലെ ഡിഫറൻസ് മനസ്സിലാക്കാണല്ലോ. അതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും കോർപ്പറേഷൻ്റെയും വിഹിതം ഉപയോഗിച്ച് സ്ഥലം ലഭ്യമായവരാണ് 2000 പേര്. ഞങ്ങൾ സംഘടനാപരമായി എടുത്തൊരു കണക്കനുസരിച്ച് ഒരു വാർഡിൽ ശരാശരി 200 പേർക്ക് വീട് ഇല്ല. ചിലർക്ക് സ്ഥലമുണ്ട്, വീടില്ല. ചിലർക്ക് സ്ഥലവും വീടും ഇല്ല. ഈ കണക്കിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അങ്ങനെ വന്നാൽ 101 വാർഡിലും കൂടി ഒരു 20,000 പേർക്ക് ഉദ്ദേശം വീട് കാണില്ലെന്നുള്ളതാണ്. ഇത് ഭരണ സംവിധാനത്തിലും എടുത്ത കണക്കല്ല, അതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോർപ്പറേഷൻ്റെ സിസ്റ്റം വഴി എടുത്തപ്പോൾ 2000 പേര് ഇതിൽ 2000 പേര് ഇപ്പോൾ ഭൂമി ലഭ്യമായി, അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. അടുത്ത എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടിൻ്റെ പണം കൊടുക്കാൻ പറ്റും. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് PMAY-യുടെ ലോഗോ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വയ്ക്കാം, കേരളം തയ്യാറല്ല എന്നുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ അതിലൊരു അപകടം എന്താണെന്നറിയോ? കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വീട് വയ്ക്കാനായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലും വിഹിതം കൊടുക്കാനുണ്ട്, കോർപ്പറേഷൻ്റെ കയ്യിലും പണമുണ്ട്. അപ്പോൾ ഈ 3 ഭരണകൂടങ്ങളുടെ കയ്യിലും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ കിടക്കുമ്പോഴാണ് ഒരു ലോഗോ വയ്ക്കുന്നതിലുള്ള ഒരു ചർച്ചയുടെ അഭാവം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് കിട്ടാതെ വരുന്നു. ആലോചിച്ച് നോക്ക്. മേയറായതിനു ശേഷം വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ സാധാരണക്കാരായ ജനങ്ങളെ കോർപ്പറേഷനിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ദിവസം ഏറെക്കുറെ എല്ലാ ദിവസവും നിരവധി ആൾക്കാർ വരുന്നുണ്ട്. അതിലൊരു 30 മുതൽ 40% പേര്, നിങ്ങൾ തന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ വന്നാലറിയാം, വീടില്ലാത്തവരാണ്. അവരൊക്കെ തന്നെ സ്റ്റെയർ കേസ് കയറി നടക്കാൻ പോലും പറ്റാത്തവർ ഇവിടെ വന്നിരുന്നിട്ട് ഒരു അപേക്ഷ തരുന്നത്, ഞങ്ങൾക്ക് സ്ഥലം കിട്ടി, വീട് കിട്ടുന്നില്ല. എത്ര ദിവസം അവരോട് ഒഴിവ് പറയും? അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിച്ചത് ഒരു ലോഗോ വയ്ക്കുന്നതിൻ്റെ തർക്കം കയറി. ഇതിൽ പലരും സ്ഥലം കിട്ടിയവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കളാണ് വരുന്നത്. ഇനി അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറ്റി എടുക്കാൻ എത്ര സമയം എടുക്കും? അപ്പം ഞങ്ങൾ ആലോചിച്ച് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ രേഖകളും തയ്യാറായിട്ടുള്ളവർക്ക് 2000 പേർക്ക് കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും. പക്ഷെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പദ്ധതി മുടക്കം വരാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ? തിരുവനന്തപുരം മേയർ VV രാജേഷ് ഈ പ്രഖ്യാപിച്ചത് നമ്മൾ സാധാരണക്കാര് ഈ ഇലക്ഷന്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്തെ ഒരു 1000 തവണ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഈ വിഷയം പരമാവധി നമ്മൾ ഉയർത്തിപ്പിടിക്കണം. കാരണം മറ്റൊന്നല്ല, രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ളതല്ല, നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ആര് നിലകൊള്ളുന്നു എന്നുള്ളതാ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത്. VV രാജേഷ് എത്ര സുന്ദരമായിട്ടാണ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നതും, അതേപോലെ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ LDF സാധാരണക്കാരെ വഞ്ചിക്കുന്നത് എന്നും വ്യക്തമായ തെളിവുകളോടുകൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ UDFന്റെയും LDFന്റെയും നേതാക്കന്മാര് മേയർ ഈ പ്രഖ്യാപിച്ചത് ഭയത്തോടുകൂടി കേൾക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം ഞാനൊന്ന് വ്യക്താക്കാം. മേയർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഭരണപരമായിട്ട് ഭരണ രീതിയിൽ രേഖകളെല്ലാം തയ്യാറാക്കിയിട്ടുള്ള, രേഖകളെല്ലാം റെഡി ആയിട്ടുള്ള ഈ 2000 പേർക്കാണ് വീടിന് നിലവിൽ ഭരിക്കുന്ന കോർപ്പറേഷൻ ഈ സകല രേഖകളും തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്കാണിപ്പോ വീട് കൊടുക്കുന്നത്. അതായത് അത് മാത്രമല്ല, ഞങ്ങള് സംഘടനാപരമായിട്ട് പ്രത്യേകിച്ച് UDFന്റെയും LDFന്റെയും നേതാക്കന്മാര് ഭയക്കേണ്ടതാണ് മേയർ ഈ പറഞ്ഞത്. ഞങ്ങൾ സംഘടനാപരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലും എത്ര ആളുകൾക്ക് വീടില്ല എന്ന കണക്കെടുത്തു. 101 വാർഡുകളിലും ഉൾപ്പെടെ ഓരോ വാർഡുകളിലും 200 വീടെങ്കിലുമാണ് പറയുന്നത്. ഒരു വാർഡിലെങ്കിലും 200 വീട് കിട്ടാത്ത ആളുകളുണ്ട്. 200 വീട്, അങ്ങനെ മൊത്തം 20,000-ഓളം വീട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധാരണക്കാർക്ക് ലഭിക്കാറുണ്ട്. അത് ഞങ്ങൾ സംഘടനാപരമായി എടുത്തു കഴിഞ്ഞു.
ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളും. ഏത് തിരുവനന്തപുരം കോർപ്പറേഷന് രേഖാമൂലം തയ്യാറാക്കിയ 2000 പേർക്ക് മാത്രല്ല, തിരുവനന്തപുരം കോർപ്പറേഷനില് വീടില്ലാത്ത എല്ലാവരുടെയും കണക്ക് സംഘടനാപരമായി BJP കണക്കെടുത്തു. അവർക്കൊരു വീട് കൊടുക്കാനുള്ള പദ്ധതികളുമായിട്ടാ തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന വ്യക്തമായിട്ട് തിരുവനന്തപുരം മേയർ ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേരളം ഒന്നടങ്കമുള്ള മലയാളികൾ ചിന്തിക്കില്ലേ, ചർച്ച ചെയ്യില്ലേ, തിരിച്ചറിയില്ലേ? ഈ BJP കേരളം ഭരിക്കൽ തുടങ്ങിയാൽ ഇവിടെ കേരളത്തിൽ ഒന്നടങ്കം വീടില്ലാത്ത സകല ആളുകൾക്കും വീട് കിട്ടില്ലേ? പിണറായി വിജയനും കൂട്ടരൊക്കെ വലിയ തള്ളിമറിക്കല് നടക്കുന്നുണ്ട്. സകലർക്കും വീടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിലും നിരവധി ആളുകളില്ലേ, ഇപ്പോഴും പഞ്ചായത്ത് കയറി ഇറങ്ങുന്ന ഒരുപാട് സാധാരണക്കാരില്ലേ വീടില്ലാഞ്ഞിട്ട്. എന്താണ് സാധാരണക്കാർക്ക് വീട് കിട്ടാത്തത്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്. ആ കേന്ദ്ര സർക്കാർ പദ്ധതിക്കനുസരിച്ചിട്ടുള്ള പണം തരുമ്പോ കേന്ദ്ര സർക്കാർ പറയുന്ന ലോഗോ വെക്കാൻ കേരള സർക്കാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് വീട് കിട്ടുന്നതിന് കേരള സർക്കാർ തടഞ്ഞു വെക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മേയർ പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഈ അസൂയ, കുശുമ്പ്, ഇതൊക്കെയല്ലേ കേരള സർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ നിലപാടുണ്ട്. തങ്ങളെ കൊണ്ടൊന്നും ആവുന്നില്ല, എന്നാൽ മറ്റൊരാളും അത് ചെയ്യണ്ട എന്ന നിലപാടല്ലേ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരള സർക്കാർ ഇപ്പോ ഭരണം തുടരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രചരണങ്ങളാ കേരളത്തിൽ ഉടനീളം നടത്തുന്നത്. സാധാരണക്കാർക്കൊപ്പമാണെങ്കിൽ BJP പ്രഖ്യാപിച്ചതുപോലെ നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളില് ആരും പണം തന്നില്ലെങ്കിലും ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്നൊന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ ഇവിടെയുള്ള പിണറായി സർക്കാർ സംവിധാനങ്ങളോടാ ഈ വെല്ലുവിളി? ഇത് എനിക്ക് വേണ്ടിയല്ല, സാധാരണക്കാർക്ക് വേണ്ടിയായി ചോദിക്കുന്നത്. BJP പ്രഖ്യാപനം നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവര് വീട് വെച്ചു കൊടുക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ വീട് വെച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പണം തടഞ്ഞു വെക്കുക, കേരള സർക്കാർ ഇതിന് പണം കൊടുക്കാതിരിക്കുക. നിങ്ങൾ പണം തരുകയാണെങ്കിൽ അത് സ്വീകരിക്കും. പക്ഷെ നിങ്ങൾ തരുന്നില്ല എന്ന് കരുതി ഞങ്ങൾ സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാതിരിക്കില്ല. ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ 2000 ആളുകൾക്ക് വീട്, തുടർന്ന് സംഘടനാപരമായിട്ട് ഞങ്ങൾ എണ്ണമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും തയ്യാറാക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ തലസ്ഥാന നഗരിയിൽ BJP ഭരിക്കുമ്പോൾ BJP കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് കേരള സമൂഹം തിരുവനന്തപുരത്തേക്ക് നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുമ്പോ ഇവിടെയുള്ള ഇടതന്മാരും വലതന്മാരൊക്കെ തിരിച്ചറിയും BJPയെ കേരളത്തിൽ മലയാളികൾ എത്രത്തോളമാണ് സ്വീകരിക്കുന്നത് എന്ന്. കാരണം മറ്റൊന്നല്ല, വിജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒരു മതവും നോക്കുന്നില്ല, ഒരു വർണ്ണവും നോക്കുന്നില്ല. ആരാണ് പാവപ്പെട്ടവർ അവർക്കൊപ്പമാണ് BJP നിലകൊള്ളുന്നത്. അത്തരത്തിലാണ് മേയർ പ്രഖ്യാപിക്കുന്നത്, അത്തരത്തിലാണ് മേയർ സഹായിക്കുന്നത്. ഇതൊക്കെ തന്നെ സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ സകല ഇടത് വലത് കേന്ദ്രങ്ങൾക്കും അങ്ങ് മനസ്സിലായിക്കോളും.